ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ താൽക്കാലിക നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ ഉന്നയിച്ച കൈക്കൂലി ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന് എച്ച് സലാം. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് 2 ലക്ഷം രൂപ വീതം വാങ്ങി 100ഓളം പേരെ നിയമിച്ചുവെന്ന സുധാകരന്റെ പ്രസ്താവന വ്യക്തിഹത്യ ലക്ഷ്യമിട്ടുള്ളതാണെന്നും പണം വാങ്ങിയവരുടെ പേരുകൾ പരസ്യപ്പെടുത്തുവാൻ അദ്ദേഹം തയ്യാറാകണമെന്നും എച്ച് സലാം ആവശ്യപ്പെട്ടു. കഴിഞ്ഞ ദിവസം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നടന്ന ചടങ്ങിലാണ് LDF സർക്കാരിന്റെ കാലത്ത് മെഡിക്കൽ കോളേജിൽ വൻ അഴിമതി നടന്നതായി ജി സുധാകരൻ MLA ആരോപിച്ചത്. 2 ലക്ഷം രൂപ വീതം വാങ്ങി 100ഓളം പേരെ നിയമിച്ചുവെന്നും പണം വാങ്ങിയവരെ തനിക്ക് വ്യക്തിപരമായി അറിയാമെന്നും സുധാകരൻ പറഞ്ഞിരുന്നു. ഈ ആരോപണത്തിനെതിരെയാണ് മെഡിക്കൽ കോളേജ് വികസന സമിതി അംഗം കൂടിയായ എച്ച് സലാം രംഗത്തെത്തിയിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി ഇത്തരം കാര്യങ്ങൾ മറച്ചുവെക്കുന്നത് ശരിയല്ലെന്നും അഴിമതി നടത്തിയവരുടെ പേരുകൾ സുധാകരൻ പരസ്യപ്പെടുത്തണമെന്നും എച്ച് സലാം ആവശ്യപ്പെട്ടു. ആരോപിക്കപ്പെട്ട 100 പേരുടെ നിയമനം ഏതാണെന്ന് വ്യക്തമാക്കാൻ ആശുപത്രി പ്രിൻസിപ്പലിനും സൂപ്രണ്ടിനും ബാധ്യതയുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിനിടെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായി നിയമിക്കപ്പെട്ട എല്ലാവരുടെയും തസ്തികയും മേൽവിലാസം ആശുപത്രി അധികൃതർ പരസ്യമാക്കണം. അനധികൃത നിയമനം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി വേണമെന്നും എച്ച് സലാം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ 5 വർഷക്കാലം LDF ഭരണകാലത്ത് 100 പേരെ കുടുംബശ്രീ വഴി നിയമിച്ചുവെന്നും ഒരാളിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം കൈക്കൂലി വാങ്ങിച്ചുവെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് മാത്രമല്ല, കൈക്കൂലി വാങ്ങിയ ആളുകളെ എനിക്കറിയാം, അത് ഞാൻ വെളിപ്പെടുത്തുന്നില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ സംസ്ഥാനത്ത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയും വിജിലൻസും കൈകാര്യം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തലയാണ്. ജി സുധാകരൻ കൂടി പിന്തുണയ്ക്കുന്ന ഗവൺമെൻറ്റാണ്. അതുകൊണ്ട് അദ്ദേഹം ഉന്നയിച്ച ഈ ആരോപണം അത് തെളിയിക്കാൻ ബാധ്യതയുണ്ട്. എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് മറച്ചു വയ്ക്കുന്ന ഒരു ജനപ്രതിക്ക് ചേർന്ന കാര്യമല്ല. അത് അദ്ദേഹം പരസ്യപ്പെടുത്താൻ തയ്യാറാവണം. ശ്രീ രമേശ് ചെന്നിത്തല നേതൃത്വം കൊടുക്കുന്ന വിജിലൻസ് ഈ കാര്യം അന്വേഷിക്കാൻ തയ്യാറാവണം. അന്വേഷണം ആവശ്യപ്പെട്ട് ആരോപണം ഉന്നയിച്ചയാൾ ശ്രീ ജി സുധാകരൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുക്കുകയാണ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ടത് എന്നുകൂടിയാണ് ആവശ്യപ്പെടാനുള്ള കാര്യം.